അരയിരിക്കുമ്പോ ഈ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല. ആരും ഇവിടെ ഓട് പൊളിച്ചു വന്നിട്ടുമില്ല. ഒറ്റ ദിവസം കൊണ്ടിട്ട് ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുമില്ല. പാണക്കാട് കുടുംബം ഒന്നടങ്കം വാഫി വഫിയ സംവിധാനത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. 1.5 ലക്ഷം ആളുകളെ 3 ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയ സമസ്തയുടെ ഒറ്റ നേതാവിനെ കയറ്റാതല്ലേ ഞങ്ങൾ ആ യോഗം നടത്തിയത്. വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല, അങ്ങനെ വിളിച്ചാൽ ശരിയാ, കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? തല കുനിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ നിന്നു കൊടുത്തവരോടൊക്കെ ഞാൻ പറയുന്നു. അത് പള്ളിയിൽ പറയണ്ട എന്ന് പിണറായി അല്ല ഏത് നേതാവ് പറഞ്ഞാലും അതിന്റെ പുല്ല് വില പോലും ഞങ്ങൾ വെച്ചില്ല. പള്ളിയിൽ പറയേണ്ട കാര്യം പള്ളിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദീനുൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്ധ്യരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. ഒരു പത്രത്തിന്റെ കാന്റൈനുമായി വന്നിട്ട് പറയാൻ 9 വർഷം കൊണ്ട് 90 വർഷത്തെ പത്രത്തെ ഞങ്ങൾ കവച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല. ഹമീദ് ഫൈസിനെ ഇരുത്തിട്ട് തന്നെ ഹമീദ് ഫൈസിയുള്ള സദസ്സെന്ന് ഹമീദ് ഫൈസിക്കെതിരെ പറഞ്ഞിട്ടുമുണ്ട്. ഷവറെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ വക്കോട്ട് ജോലിയൊക്കെയാണ് ഉള്ളത്. സാത്വികരായിട്ട് ആരുമില്ല. മറുപടി അറിയാൻ നമുക്ക് പറ്റില്ല. പാർട്ടിക്ക് ഇപ്പൊ അതിന് സമയമില്ല. അതിന്റെ കൊമ്പും ചില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇന്നത് മാതിരി വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരും നമ്മുടെ സമുദായത്തിലും ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ ഉണ്ട്. വരുത്തിയിട്ടുള്ള മാറ്റം എന്താണ്? എത്ര മഹോന്നതമാണ്! ആരെങ്കിലൊക്കെ വലിയ വിഷമവും പ്രയാസം ഉണ്ടാക്കിയിട്ട് മായ്ച്ചു കളഞ്ഞാൽ മായ്ച്ചു കളയാവുന്നതല്ല. ഷജറയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനും എന്നെ ഞാനാക്കിയതിൽ ഒരു പങ്കുമില്ല. വല്ല പങ്ക് ആരെങ്കിലും ഞാൻ അറിയാതെ വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിൻവലിച്ചാളി. നമ്മുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്. അതിന് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട കടുത്ത ലീഗ് വിരോധികളാണ്. ഒരു 4-5 ആൾക്കാരുണ്ട്, പേര് പറയേണ്ട സമയത്ത് ഞാൻ പറയാം. CPM-ന്റെ സ്റ്റേജിൽ പോയി പറഞ്ഞോ? ആ സ്റ്റേജിൽ പോകാനൊന്നും മടിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ കൂടുതല്. ജിഫിന്റെ മേൽ പറയണ്ട, കഥ പറയാതിരിക്കുക നല്ലത്. കാരണം പിണറായി വൈകുന്നേരം ആര് താങ്കൾ ബാബാനെ വിളിക്കുകയാണ്, സെക്രട്ടറി താങ്കൾ ബാബ മീമാമിക്കണ ഇല്ലെങ്കിൽ അത്രയും എടുത്തോണ്ട് കൊടുത്തേക്കാം. പട്ടിക്കാട് ജാമ്യത സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. അവിടെയുള്ള യുവ നേതാക്കളെ വ്യക്തി എന്ന് പറഞ്ഞൊരു ആരോപണം സംസ്ഥയുടെ വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മുമ്പ് പ്രഭാഷകരായിട്ടുണ്ടായിരുന്ന ആളുകളൊന്നും ഇത്തവണ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. ഞാൻ കേട്ടില്ല. സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്? വാഫിയ പ്രശ്നം അതുപോലെ തന്നെയാണ്. സംസ്ഥയിലെ 2-3 ആൾക്കാർ, ഒന്ന് MT ഉസ്താദ്, ഒന്ന് മോയിൻകുട്ടി മാസ്റ്റർ, പന്തല്ലൂര്, ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുണ്ടപ്പാറ, ഇവരൊക്കെയാണ് സംസ്ഥയുടെ മുഷാവറ അംഗങ്ങൾ. ഇപ്പൊ SKSFന്റെ പ്രസിഡന്റ് ആരാന്ന് പോലും ആർക്കും അറിഞ്ഞൂട്ട സാഹചര്യം. ഇപ്പൊ കുഴപ്പമുണ്ടാകുമ്പോൾ ഒപ്പിടുമ്പോൾ മാത്രമാണ് പേരറിയുന്നത്. CSUയുടെ കീഴിലുള്ള വാഫി വഫിയ സംവിധാനം ഈ വർഷത്തെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. BJP also got after Triple Talaq all the Muslim women are with you.